പള്ളാത്തുരുത്തി തന്നെ മുന്നിൽ, പള്ളാത്തുരുത്തിയുടെ മുന്നിൽ BBC തന്നെ. രണ്ട് ടീമുകൾ ഫൈനലുണ്ട്. BBC ഫൈനലുണ്ടെന്ന് അല്ലാത്ത സമയം എന്തൊരു വരവായിരുന്നു വന്നത്. ഗംഭീരമായി തകർത്തു. ഓളങ്ങൾ വിറച്ചുപോയി. വിഷ്ണു സുരേഷ് ആയിരുന്നു. BBCക്ക് എന്ത് സംഭവിച്ചു? വേഗം പറയും. എന്തൊരു മത്സരമാണിത്. ഓളങ്ങളെ തീപിടിപ്പിച്ചുകൊണ്ട് UBCയും പ്രതീക്ഷിച്ച പോലെ നേർക്കുനേരെത്തിയപ്പോൾ ആരാണ് മുന്നിലെന്ന് പറയാനാകാതെ 100 മീറ്ററിനപ്പുറത്ത് വിജയികളെ നിർണ്ണയിക്കാനാവാതെ 100 മീറ്ററിനിപ്പുറത്തേക്ക് വരുമ്പോൾ കരുത്തുകാട്ടി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 2018 പായിപ്പാടലും 2019 നടുഭാഗത്തിലും 2022 മഹാദേവികാട് കാട്ടിത്തക്കേതിലും 2023 വിജയപുരത്തിലും 2024 കാരിച്ചാലിലും കരുത്തുകാട്ടിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ ഫൈനലിലേക്ക് എത്തുമെന്ന സൂചന നൽകുന്നു. പള്ളാത്തുരുത്തിക്ക് വെല്ലുവിളിയുമായി തലവടിയുടെ UBCയുടെ തലവടി അവർ ഉണ്ടാകുമോ എന്നാണ് കാത്തിരുന്നു കാണാനുള്ളത്. വാശിയേറിയ പോരാട്ടം. ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് ഈറ്റ് മത്സരങ്ങളിൽ ഒരു പോരാട്ടം ഉണ്ടാകുമോ എന്ന ചോദ്യം പോലും അവശേഷിക്കുന്നു. അത്രയേറെ കരുത്ത് കാട്ടിയ മത്സരം. വരുൺ ശർമ്മ എന്ന ഒന്നാം തുഴക്കാരന്റെ കരുത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ മേൽപ്പാടൻ പുത്തൻചുണ്ടന്റെ ചിറകിലേറി ഈറ്റ് മത്സരത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നു. ഫൈനലിലേക്ക് എന്ന സൂചന നൽകി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കരുത്ത് കാട്ടിയിരിക്കുന്നു. UBC തലവടിയും UBC കൈനകരിയും തലവടി ചുണ്ടനും ഫൈനലിലേക്ക് ഉണ്ടാകുമോ എന്നാണ് അറിയാനുള്ളത്. ഒരുപക്ഷെ രണ്ടുപേരും ഫൈനലിലേക്ക് എത്തിയാലും ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല, അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് കൈനഗരിയുടെ തുഴക്കരുത്താണ്, കൈനഗരിയുടെ സ്നേഹമാണ്, അവരുടെ വികാരമാണ്. ആലപ്പാടൻ ചുണ്ടൻ ഇങ്ങനെ പതിയെ തുഴഞ്ഞ് ഞങ്ങളും ഈ മത്സരത്തിനുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവരും വരികയാണ്. ഇതാ UBCക്കാർ ഒന്നിച്ചൊന്നായി പറയുകയാണ്, കഴിഞ്ഞ 14 വർഷമായി ഞങ്ങൾക്ക് കിരീടമില്ല. അത് ശരിയാണ്, പക്ഷെ നിങ്ങൾ ഓർക്കണം, ഇത് ഞങ്ങളുടെ പുന്നമടയാണ്, ഇവിടുത്തെ ഹീറോസ് ഞങ്ങളാണ്. നീയൊക്കെ എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും പുന്നമടം ഞങ്ങളുടെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന UBC ഫാൻസിനെ നമുക്ക് ഇവിടെ കാണാം. ആ ക്ലബിനെ അങ്ങ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് അല്ല, VMM ബോട്ട് ക്ലബ് അല്ല. UBC BBC തമ്മിൽ അതിശക്തമായ പോരാട്ടമായിരുന്നു. അതിൽ BBC കയറി വന്നു. പക്ഷേ UBC വിട്ടുകൊടുത്തില്ല. തലവടിയും അതിശക്തമായിരുന്നു. തലപ്പക്കത്തോടെ പുരാതന കാഴ്ച നമ്മൾ കണ്ടു. മിക്കവാറും നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ 2 ടീം ഫൈനലിൽ വരാൻ ഇടയുണ്ട്.